ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നോർക്കുന്നില്ല. ഇനി പറഞ്ഞെങ്കിൽ തന്നെ ഒന്നുകൂടെ ആവർത്തിക്കാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാറായി എന്നുള്ള സമയത്താണ് വിനോബ ഭാവെ ഒരു കമൻ്റ് അടിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നീ കാണുന്ന തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഫ്രെയിം വർക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. 1 നേഷൻ 1 ഇലക്ഷൻ എന്നാണ് ആ ഐഡിയ. അങ്ങനെ എഴുതി വെച്ചില്ലെങ്കിലും അങ്ങനെയാണ് ഇത് നടപ്പിലായത്. 1952 എല്ലാ സംസ്ഥാനങ്ങൾ നിയമസഭയിലേക്കും കേന്ദ്രത്തിലേക്കും തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് തന്നെ നടന്നു. എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും താമസിയാതെ നടന്നു. അത് കഴിഞ്ഞ് ആ റുട്ടീൻ ആദ്യം തെറ്റിക്കുന്നത് കേരളത്തിലാണ്. കേരള സർക്കാരിനെ 1959 പിരിച്ചുവിട്ടു. അതോടെ ഒരു സംസ്ഥാനത്തിൻ്റെ താളം തെറ്റി. ഏതായാലും അതങ്ങനെ പോട്ടെ. വിനോബ ഭാവെ ഈ സമയത്ത് പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു, കൊള്ളാം, തെറ്റില്ല. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, തിരഞ്ഞെടുപ്പിന് നേരം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും തിരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്ത്. കാര്യങ്ങൾ നടക്കട്ടെ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, തിരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഒരു നേരമുണ്ടോ ഭാരതത്തിൽ? ഒരിടത്തല്ലെങ്കിൽ വേറൊരിടത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ തന്നെ ദേ ഇപ്പോൾ വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അത് കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇതിനിടയ്ക്ക് 11,000 സഹകരണ സംഘങ്ങളുണ്ട് കേരളത്തിൽ. അതിലെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കണ്ടേ? പിന്നെ കോളേജ് തിരഞ്ഞെടുപ്പ്, സ്കൂൾ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം ഉള്ള തിരഞ്ഞെടുപ്പ്, ഇല്ലാത്ത തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് കൊണ്ട് മനുഷ്യന് കിടക്കപ്പുറതിയില്ല. അത് തിരിച്ച് 1 നേഷൻ 1 ഇലക്ഷൻ ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൽപര കക്ഷികൾ അതിനും സമ്മതിക്കില്ല. എന്നാൽ ലൂസായിട്ട് പൊക്കോട്ടെ എന്ന് വെച്ചാൽ അത് പറ്റില്ല. പിന്നെ എന്താ വേണ്ടാന്ന് വയ്ക്കണം. എന്ത് വാങ്ങിക്കോട്ടെ, അത് വേറൊരു വിഷയം. ഇങ്ങനെ പുറകെ തിരഞ്ഞെടുപ്പുകൾ വരുന്ന കൂട്ടത്തിൽ ഇപ്പം നോക്കിക്കഴിയുമ്പോൾ നേരെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഡൽഹിക്ക് പൂർണ്ണ നിയമസഭാ പദവി ഇല്ല, സംസ്ഥാന പദവി ഇല്ല. എന്നാലും അവിടെ ഒരു സർക്കാരൊക്കെ ഉണ്ട്. പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. ഡൽഹി യൂണിയൻ ടെറിട്ടറി, എന്താ നാഷണൽ, അങ്ങനെ ഒരു പേരുണ്ട്, NCT ഓഫ് ഡൽഹി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് സ്ഥാപനം. എന്നാലും തിരഞ്ഞെടുപ്പ് എന്നുള്ള സ്ഥിതിക്ക് എല്ലാ പാർട്ടിയും അങ്ങ് ഇറങ്ങുമല്ലോ. അപ്പോൾ എല്ലാ പാർട്ടികളും അതിൻ്റെ ഒരുക്കമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരുങ്ങി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയിൽ വൻ പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേജ്രിവാൾ 24 മണിക്കൂർ നേരത്തെ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്സിന്. അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങേരുടെ അന്ത്യമോ അല്ലെങ്കിൽ ശാസനത്തിൻ്റെ അന്ത്യമോ രണ്ടിലൊന്നും സംഭവിക്കും. ഏതായാലും പുള്ളി പറഞ്ഞു, അജയ് മാക്കനെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി പിണ്ണം വയ്ക്കണം, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഞാൻ കോൺഗ്രസ്സിനെ പുറത്താക്കും. ഇതാണ് കേജ്രിവാൾ പറഞ്ഞ കാര്യം. എന്താ അജയ് മാക്കനെ പുറത്താക്കണമെന്ന് പറയാൻ കാര്യം? അജയ് മാക്കൻ കേജ്രിവാളിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. വലിയ തെറിയൊന്നും അല്ല കേട്ടോ. രാജ്യദ്രോഹി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഇത്ര വലിയ ആകാശം വീഴാന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മളെപ്പോലുള്ളവരെയൊക്കെ ആരൊക്കെ എന്തെല്ലാം തെറ്റും തെറിയെ കുളിക്കുന്നു. നമ്മളാരെങ്കിലും പട്ടിണി കിടക്കുമോ അല്ലെങ്കിൽ ഈ അയാളെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ മാന്യന്മാർ ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് കേജ്രിവാളിന് കയറിക്കൊണ്ടു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി, ഈ കേജ്രിവാളിന് ഒരു സംശയമുണ്ടോ, അങ്ങനെ സ്വയം ഒരു രാജ്യദ്രോഹിയാണോ എന്ന് സംശയമുണ്ട്. അത് അജയ് മാക്കൻ കണ്ടുപിടിച്ചു എന്നതിലൊരു ചളിപ്പുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് ബഹളം വയ്ക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുമില്ല. ഇത് ഇത്ര വലിയ കാരണമാണോ? ഇന്ത്യ മുന്നണി പൊളിക്കാൻ പോവാണ് പുള്ളി പറയുന്നത്. കേജ്രിവാൾ പറയുന്നത്, ഞാൻ എല്ലാവരോടും സംസാരിക്കും. ആരോടൊക്കെ? പിണറായി വിജയനോട്. CPM ഇപ്പോൾ അങ്ങേരല്ലേ ഉള്ളൂ. ബാക്കി പാർട്ടി സെക്രട്ടറി ആരാ CPM ആരും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ആരെങ്കിലും മതിയെന്നോ അങ്ങനെ എന്തോ ആണ് വെച്ചിരിക്കുന്നത്. പിണറായി വിജയനോട് സംസാരിക്കും, സ്റ്റാലിനോട് സംസാരിക്കും, ലാലു പ്രസാദ് യാദവിനോട് സംസാരിക്കും. ഇങ്ങനെ എല്ലാവരോടും ഒക്കെ സംസാരിക്കും. മറ്റേ ശരത് പവാർ, ഉദ്ധവ് ഠാക്കറെ, ഇതുപോലുള്ളവരെയൊക്കെ ഞാൻ എല്ലാവരെയും എൻ്റെ മൊബൈലിൻ്റെ തുമ്പിലുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ച് പറയും, കോൺഗ്രസ്സിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കുക.
എന്ന് പറയും. ഇദ്ദേഹം പറഞ്ഞാൽ അവർ കേൾക്കൂല്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ പറയും. അതിനകത്ത് ഓൾറെഡി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. കേജ്രിവാൾ വെറുതെ ഒരു ഗുണ്ടടിച്ചതൊന്നുമല്ല. മമതാ ബാനർജി രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണി കൊണ്ടു നടക്കാനുള്ള പ്രാപ്തിയില്ല എന്ന് പ്രഖ്യാപിച്ചു. അതിപ്പോഴല്ലേ 1.5 മാസം മുമ്പേ പറഞ്ഞു ഈ ചെറുക്കനെ കൊണ്ട് ഈ പരിപാടിക്ക് കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരെ കൊള്ളും അവർക്ക് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ആവാം ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അത് വേറൊരാളെ കൊണ്ട് പറയിച്ചു. ഈ ചേച്ചിയാണ് ഇതിന് പറ്റിയ ആൾ എന്ന് പറയിച്ചു. അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ, എന്ത് യാദവാണ് ആ ചെറുക്കൻ, ഒരു വലിയ കവിള് വീർത്തൊരു പണ്ടാരൻ, അവൻ ചാടിക്കയറി പറഞ്ഞു ആ ചേച്ചി മതി, ചേച്ചി സിന്ദാബാദ് എന്ന് പറഞ്ഞു. മറ്റേ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ്, അവനും പറഞ്ഞു ദീദി മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഈ അക്കായോ അമ്മയോ ദീദിയോ ചേച്ചിയോ ആരാണെന്ന് വെച്ചാൽ അവർ മതി എന്ന് എല്ലാവരും പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇത് കേട്ട മട്ടില്ല. ഒരുപക്ഷെ ആശാൻ കേട്ട് കാണുകയുമില്ല കേട്ടോ. പുള്ളി ഇത് മുഴുവനൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. ഒരു പോക്കങ്ങ് പോവുകയാണ് ആശാൻ അടിച്ചു വിട്ട്. ഈ പോകാതെ ആ വഴിയെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാകും. അങ്ങനെയാണോ എന്നാൽ ഉടനെ പുള്ളി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മളോട് ചോദിക്കണ്ടേ? അത് ചോദിക്കില്ല. തിരിച്ചങ്ങ് പോകും. അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു പോക്കാണ് അങ്ങോട്ട് എന്ന് പറയുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പുള്ളി ഇതൊന്നും അറിഞ്ഞു കാണില്ല, കേട്ട് കാണില്ല. പുള്ളി തന്നെയാണ് വലിയ ആളെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ്സിന് 99 സീറ്റാണ്. ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന്, ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ചേർന്നിട്ട് ഇതുവരെ ഔദ്യോഗിക ഇന്ത്യ ബ്ലോക്ക് എന്നൊന്നും സ്പീക്കർക്ക് എഴുതി കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളാണ് പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറഞ്ഞ് സ്പീക്കർക്കൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ബാക്കിയുള്ളവരുടെ കയ്യിലിരിക്കും. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഷൈൻ ചെയ്യലുണ്ടല്ലോ, ആ സാധനം നിന്നുപോകും. ഇത് ബാക്കിയുള്ളവർ വിചാരിച്ചാൽ നടക്കും. ബാക്കിയുള്ളവർക്ക് വിചാരിക്കാൻ വലിയ പ്രയാസമില്ല. കാരണം ആർക്കും കോൺഗ്രസുമായിട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല. മമതാ ബാനർജി കോൺഗ്രസിനെ കൂട്ടിത്തുടയ്ക്കുകയില്ല. ബംഗാളിൽ ചെയ്യുമോ? ഇല്ല. സ്റ്റാലിൻ തമിഴ്നാട്ടിൽ അങ്ങേര് 2-3 സീറ്റ് ഈ CPI CPM പിണ്ണം വയ്ക്കാനായിട്ട് കൊടുക്കും. ഇതുകൂടാതെ ഇനി കോൺഗ്രസിനും കൂടെ കൊടുക്കണമെന്ന് പിന്നെ അയാൾക്ക് സീറ്റ് ഇവിടെ, അയാൾക്ക് നിലനിൽക്കണ്ടേ അവിടെ വലിയ പടയാണ്. നമ്മുടെ അണ്ണാമലൈ ചെരിപ്പിടില്ല. ഇനി സ്റ്റാലിനെ താഴെ ഇറക്കിയിട്ടേ ഞാൻ ചെരിപ്പിടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ആദ്യം തമാശയാണെന്ന് തോന്നി, പക്ഷേ സംഭവം കയറി സീരിയസ് ആയിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ടുണ്ട്. അത് വേറൊരു വിഷയം, നമുക്കത് വേറെ ചർച്ച ചെയ്യാം. അണ്ണാമലൈ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും തമിഴ്നാട്ടിൽ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങേര് ഇതിൻ്റെ അറ്റം കണ്ടേ അടങ്ങുള്ളൂ എന്നാണ് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനും കൂടെ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാലിൻ അത്രയും ക്ഷീണമോ അങ്ങനെ കൊടുക്കില്ല. പിന്നെയുള്ളത് TRS, അവരെന്തിനു കൊടുക്കണം? അവരല്ലെങ്കിൽ തന്നെ ഇച്ചിരി പൊളിഞ്ഞ് നിൽക്കുക. ഇത് കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കാനും കോൺഗ്രസിൻ്റെ തോളത്ത് കൈവയ്ക്കാൻ ആളില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് മൊത്തം കോൺഗ്രസ്സുകാർ പൊട്ടന്മാരായിട്ട് മാറിയാൽ എന്ത് ചെയ്യും? KC വേണുഗോപാലിനും മറ്റും ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുമില്ല, മലയാളിയുടെ ഒരു ബുദ്ധിയുണ്ടല്ലോ, ഈ രാഷ്ട്രീയത്തിന് അത്യാവശ്യം വേണ്ട കുരുട്ട് ബുദ്ധി. പക്ഷേ KC വേണുഗോപാലിന് പോലും രാഹുൽ ഗാന്ധിയോട് ഇത് പറയാൻ പറ്റില്ല. പൊന്നിയേട്ടാ ആകെ കൂടെ കേസാണ്, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങേര് വഴങ്ങുമോ? ഇങ്ങനൊരു മനുഷ്യനെ ചെന്ന് കാണുകയോ സംസാരിക്കുകയോ നല്ല വാക്ക് പറയുകയോ ചെയ്യാനുള്ള ഒരു വിനയമൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. പുള്ളി ഈ മസിലൊക്കെ കാണിച്ചാണ് ഇപ്പോൾ വോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഡൽഹിയിൽ നിങ്ങൾ നോക്കൂ, ആം ആദ്മി പാർട്ടിയുടെ ഏകദേശം സീറ്റുകൾ, സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഒരു ലിസ്റ്റോ 1.5 ലിസ്റ്റോ അങ്ങനെ എന്തൊക്കെ ഒരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റ് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സന്ദീപ് ദീക്ഷിത് എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ട്, നമ്മളുടെ ഷീല ദീക്ഷിത്തിൻ്റെ മകനാണ്, മിടുക്കനൻ. ഇവനെയാണ് കേജ്രിവാളിനെതിരെ നിർത്താൻ കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ കേജ്രിവാൾ തോക്കും എന്നൊന്നും പറയാൻ ഞാനാണല്ലോ കേട്ടോ. പക്ഷേ കേജ്രിവാളിനെ സ്വന്തം മണ്ഡലത്തിൽ തളച്ചിടാനുള്ള സാമർഥ്യം സന്ദീപ് ദീക്ഷിത്തിനുണ്ട്. കേജ്രിവാൾ ഡൽഹിയിലെ മൊത്തം ഡൽഹിയിൽ കറങ്ങി പ്രചാരണം നടത്തുന്ന കാലം ചിലപ്പോൾ ഉണ്ടാവില്ല. സ്വന്തം മണ്ഡലത്തിൽ തന്നെ നിന്ന് പൊരുതേണ്ട ഒരു ഗതികേടിലേക്ക് കേജ്രിവാൾ വരും.
ഈ ഡൽഹിയുടെ ഒരു പ്രത്യേകത 10-25 വർഷത്തിൽ കൂടുതലായി BJPക്ക് ഡൽഹി നിയമസഭയിൽ അധികാരം കിട്ടുന്നില്ല. ലോക്സഭ കിട്ടും, 7 സീറ്റും അടിച്ചുകൊണ്ട് പോകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് പൊതുവെ NDAക്ക് സീറ്റ് കുറഞ്ഞ സമയം, അന്നും ഡൽഹിയിൽ 7 ലോക്സഭാ സീറ്റും BJPക്ക് കിട്ടി. അത് നിയമസഭയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 52 സീറ്റ്, അതായത് 70-ൽ 52 BJPക്ക് കിട്ടേണ്ടതാണ്. 52 സീറ്റിൽ അവർ ലീഡ് ഉണ്ടായിരുന്നു ലോക്സഭയിൽ. ബട്ട് ലോക്സഭ കഴിഞ്ഞിട്ട് പിന്നെ BJP എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴും BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ആയിട്ടില്ല. BJPക്ക് ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു സാഹിബ് സിംഗ് വർമ്മ ആയിരുന്നു ലാസ്റ്റ് നേതാവ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ BJP അടിപതറിപ്പോയി. പിന്നീട് ഇതുവരെ BJPക്ക് എണീറ്റ് നിൽക്കാൻ സാധിച്ചിട്ടില്ല ഡൽഹിയിൽ. അതേസമയം വോട്ട് ശതമാനം ഒരു 32, 31.8, 32 ഇതിൽ സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിന്ന് 1% മുകളിലേക്ക് പോകാനും പറ്റുന്നില്ല. സീറ്റും കിട്ടുന്നില്ല, നേതാവില്ല. ഒരു മുദ്രാവാക്യമുണ്ടോ, ഒരു ക്യാമ്പയിൻ, ഒരു ഇത് വേണമല്ല. ഇപ്പോൾ കേജ്രിവാൾ ആപ്കാ ഭായ് കേസ കേജ്രിവാൾ ജേസ, ഈ അർത്ഥം വരുന്ന ഒരു മുദ്രാവാക്യം ഭംഗിയായിട്ട് കേജ്രിവാൾ കോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന്. കോൺഗ്രസ്സിനും ഇതുപോലത്തെ ഒരു ക്യാമ്പയിൻ പോയിൻ്റ് ഉണ്ട്. BJPയുടെ ക്യാമ്പയിൻ പോയിൻ്റ് ഇതുവരെ മുദ്രാവാക്യം തീരുമാനിച്ചിട്ടില്ല, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല, നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോഴല്ല, ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം BJP ഇങ്ങനെയായിരുന്നു. ഇതില്ലാതെ കിടക്കുക. ഇത് പല സ്ഥലത്ത് BJPക്ക് സംഭവിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അണ്ണാമലൈ വന്നതിന് ശേഷമാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനൊരു നേതാവ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾ നോക്കിക്കൊള്ളൂ, ലാസ്റ്റ് മിനിറ്റിലാണ് BJPയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഈ ഒരു സ്വഭാവം ഡൽഹിയിലും നടക്കുന്നു, അതിൻ്റെ ഫലം ഡൽഹിയിലും ഉണ്ടാകുന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മൊത്തം ഡൽഹി എന്തോ 3 കഷ്ണം ഒക്കെ ആയിട്ട് പിന്നെ അത് ഒരുമിച്ചാക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നു. മുനിസിപ്പാലിറ്റി പലപ്പോഴും BJPയുടെ കയ്യിൽ വരാറുണ്ട്, ഇപ്പോഴും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് രക്ഷയില്ല. അതിനൊരു സ്ട്രാറ്റജി BJP ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. ഇതിനു മുമ്പ് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനസംഘത്തിൻ്റെ കാലത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ജനസംഘം ഭരിച്ചിട്ടുണ്ട്. പലതവണ നിരന്തരം ഭരിച്ചുകൊണ്ടിരുന്നു. വിജയകുമാർ മൽഹോത്ര, ഇവരൊക്കെ ആ ടീമുണ്ടായിരുന്നില്ല. സാഹിബ് സിംഗ് വർമ്മ, മദൻലാൽ ഖുറാന, വിജയകുമാർ മൽഹോത്ര, ഇവരൊക്കെ ചേർന്ന ഒരു ഗാങ്. അവർ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവന്നിരുന്നു ഈ മുനിസിപ്പാലിറ്റിയിലും പിന്നെ ഡൽഹി അസംബ്ലിയിലും ഒക്കെ. അന്ന് ജനസംഘക്കാരും BJPക്കാരും ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നു ഇന്ദിരാഗാന്ധി മൊത്തം രാജ്യം ഭരിക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ മൂക്കിന് താഴെ ഡൽഹി ഞങ്ങളാണ് ഭരിക്കുന്നത്. ഇന്ന് ഇതേ കാര്യം നേരെ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി, പക്ഷേ നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെയുള്ള ഡൽഹി ഭരിക്കുന്നത് കേജ്രിവാൾ. ഈ അവസ്ഥ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞാൻ ഈ കേജ്രിവാൾ അടിക്കുന്ന ഗുണ്ടിലൊന്നും ഞാൻ പെടുന്നില്ല. ഇന്ത്യ മുന്നണി പൊളിച്ചു കളയാൻ ഞാൻ കോൺഗ്രസിനെ പുറത്താക്കും, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസിനല്ല, മുസ്ലിം വോട്ട് മുഴുവൻ കോൺഗ്രസിൻ്റെ കയ്യിലായിരിക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ മുസ്ലിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിനാണ്. ആ കോൺഗ്രസ് ഇല്ലാതെ ശരത് പവാറിന്, ഉദ്ധവ് താക്കറേക്ക്, മമതാ ബാനർജിക്ക്, സ്റ്റാലിന് ഒക്കെ നിലനിൽക്കാം. മമതയും സ്റ്റാലിനും ഒരുപക്ഷെ പിടിച്ചു നിന്ന് വരും. ബാക്കിയുള്ളവർക്ക് ഈ കോൺഗ്രസ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. അതിന് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ: BJPയെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റും? കോൺഗ്രസ്സിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിടി കോൺഗ്രസ്സിന് വോട്ട്, ഇത്രയേ ഉള്ളൂ. BJPയെ തോൽപ്പിക്കുക. അല്ല ചേട്ടാ, BJP വീട് തന്നില്ലേ? തന്നു. ഗ്യാസ് തന്നില്ലേ? തന്നു. മുദ്രാ ലോൺ തന്നില്ലേ? തന്നു. ആയുഷ്മാൻ യോജനയും ചേർത്തില്ലേ? ചേർത്തു. ഇൻഷുറൻസ് തന്നില്ലേ? തന്നു. പിന്നെന്താ ചേട്ടന് വോട്ട് ചെയ്യാത്ത? അത് പറ്റില്ല, BJP വർഗീയ പാർട്ടിയാണ്. ഇതാണ് ഒരു ആവറേജ് ഇന്ത്യൻ മുസ്ലിമിൻ്റെ ചിന്ത. ഇനി അതെപ്പോൾ മാറുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മലയാളി മുസ്ലിമിൻ്റെയും ചിന്ത ഇതാണ്. എത്രയോ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട്.
ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരിതെല്ലാം സമ്മതിക്കും, പക്ഷേ വോട്ട് ചെയ്യില്ല ബി ജെ പിക്ക്, ചെയ്യില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഈ വോട്ട് അവർ ചെയ്യുന്നത് ആർക്കാണ്? പിന്നെ കോൺഗ്രസ്സിനാണ്. നേരത്തെ CPM ഇവർക്കൊക്കെ ഛിദ്രമായിട്ട് പോകുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ മുസ്ലിംസ് എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി ബി ജെ പിക്കെതിരെ ആര് ജയിക്കുമോ അയാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബി ജെ പിക്കെതിരെ പല സ്ഥലത്തും ജയിക്കുന്നത് കോൺഗ്രസ്സാണ്, ഇല്ലേ? മറ്റുള്ള കക്ഷികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ കോൺഗ്രസ്സും ഉണ്ട്. ആ കോൺഗ്രസ്സിനെ ഉപേക്ഷിച്ച് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി പൊട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കേജ്രിവാൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. ഇത് സ്റ്റാലിൻ അറിഞ്ഞുകൂടാത്തതല്ല, പിണറായി വിജയൻ അറിഞ്ഞുകൂടാത്തതല്ല, ചന്ദ്രശേഖർ റാവുവിനെ അറിഞ്ഞുകൂടാത്തതല്ല, ഇവർക്കൊക്കെ അറിയാം എത്രയുണ്ട് രാഹുൽ ഗാന്ധി. മമതാ ബാനർജി അത് തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ തുറന്നു പറഞ്ഞില്ല, ഇതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന അംബ്രല്ലയ്ക്ക് കീഴിൽ ഒഴുകിയെത്തുന്ന മുസ്ലിം വോട്ട് അത് വേണ്ടെന്ന് വയ്ക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കേജ്രിവാളിൻ്റെ ഈ അജയമാക്കിനെ പുറത്താക്കിയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഡൽഹി കേജ്രിവാളിന് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഹരിയാനയിൽ കേജ്രിവാളിന് പച്ചവിടാൻ പറ്റിയില്ല. ഹരിയാനക്കാരനാണ് കേജ്രിവാൾ, ഡൽഹിക്കാരനെന്ന് അവകാശപ്പെടാൻ പോലും പറ്റില്ല. ഹരിയാനക്കാരനാണ്. ആ ഹരിയാനയിൽ ഒറ്റ സീറ്റ് കിട്ടിയില്ല കേജ്രിവാളിന്. പക്ഷേ ഹരിയാനയ്ക്കപ്പുറം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുകയും ചെയ്യും. ഇപ്പോൾ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടിയെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിൻ്റെ പ്രത്യേകിച്ചും ഡൽഹി ആയതുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കോൺഗ്രസ്സിനും അതുതന്നെയാണ്. എത്ര കാലം കേജ്രിവാളിൻ്റെ ബി ടീമായിട്ട് കഴിയും? ഇതാണ് കോൺഗ്രസിൻ്റെ ചോദ്യം. ഇവർ തമ്മിൽ ശത്രുതയായി അടിയായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. കോൺഗ്രസ് ഇപ്പോൾ കേജ്രിവാളിനെ അഴിമതിക്കാരനെന്ന് വിളിച്ചു തുടങ്ങി. വാസ്തവത്തിൽ CBI കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പരാതിയുടെ പുറത്താണ്. കോൺഗ്രസ്സാണ് എക്സൈസിലെ വെള്ളത്തിൻ്റെ തണ്ണിയടിയുടെ സംഗതിയാണല്ലോ ഇത്. 100 കോടി രൂപ മറിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സാധനം പോലീസിൽ പരാതിയായിട്ട് ആദ്യം പോകുന്നത് കോൺഗ്രസ്സുകാരാണ്. ആ പരാതിയുടെ പുറത്താണ് CBI കേസെടുക്കുന്നത്. ED പിന്നെ വന്നതാണ്. അറസ്റ്റ് ആദ്യം ചെയ്തപ്പോൾ ED ചെയ്തു എന്നുള്ളതല്ലാതെ വന്നത് ആദ്യം CBI തന്നെയാണ്. ഈ കേസിൻ്റെ ഉത്ഭവം കോൺഗ്രസ്സിൽ നിന്നാണ്. കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും അഴിമതിക്കാരൻ എന്ന് കേജ്രിവാളിനെ വിളിച്ചു തുടങ്ങി. കേജ്രിവാൾ നിങ്ങൾ കൊള്ളരുതാത്തവരാണെന്ന് തിരിച്ചും വിളിച്ചു തുടങ്ങി. അവരുടെ രണ്ടുപേരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഡൽഹി നിയമസഭ എങ്ങനെയും പിടിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഈ രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുമ്പം മൂന്നാമനായ BJP ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും എന്ന് നമുക്ക് ആശിക്കാമെങ്കിലും അതിന് ഉറപ്പില്ല. കാരണം കയറി വരണമെങ്കിൽ യു നീഡ് എ നരേറ്റീവ്, യു നീഡ് എ ലീഡർ. അതെല്ലാ സ്ഥലത്തും എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ നരേറ്റീവ് ഉണ്ടായിരുന്നു, ബട്ടേങ്കെ തോ കട്ടേങ്കെ. ലീഡർ ഉണ്ടായിരുന്നു ദേവേന്ദ്ര ഫഡ്നവിസ്, ആൻഡ് യു വൺ. ജാർഖണ്ഡിൽ പോയപ്പോഴോ ജാർഖണ്ഡിൽ നരേറ്റീവ് ഉണ്ട്, ബട്ടേങ്കെ തോ കട്ടേങ്കെ. ബട്ട് ഹു വാസ് ദ ലീഡർ? ആളില്ല, അവിടെ തോറ്റു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സ് നിൽക്കുന്നത്. ഇപ്പം ഡൽഹിയിൽ BJPക്ക് നരേറ്റീവ് ഇല്ല, നേതാവില്ല. ഇനി അത് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കാം. ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് 24 മണിക്കൂർ മതി രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ തകിടം മറിയാനായിട്ട്. അങ്ങനെ മറിഞ്ഞ് അഡ്വാൻറ്റേജ് BJP ആയിട്ട് വരുമോ എന്ന് നോക്കണം. ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കിംവദന്തി പരന്നിരുന്നു. സ്മൃതി ഇറാനിയെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അവരൊരു ഫിഗറാണല്ലോ. ബട്ട് ഇന്നലെ BJPയിൽ നിന്ന് സിഗ്നൽസ് വന്നു, സ്മൃതി ഇറാനിയെ പരിഗണിക്കുന്നില്ല. പിന്നെ ആരെ പരിഗണിക്കുന്നു? ഈ ഒരു അന്വേഷണം BJPയുടെ ഓഫീസിൽ ഭയങ്കര ആൾത്തിരക്കും ബഹളമൊക്കെയാണ്. സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ എന്നെ തന്നെ മുഖ്യമന്ത്രി ആക്കണേ ചേട്ടാ എന്നൊക്കെ പറയാനും ഒക്കെയുള്ള ഭയങ്കര ആൾക്കൂട്ടം. ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലെറ്റ് us കീപ്പ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് ഫിംഗർ ക്രോസ് ചെയ്ത് പിടിക്കുന്നത് എനിക്കറിയില്ല. എന്ത് വാങ്ങിക്കോട്ടെ, ലെറ്റ് us വെയിറ്റ്. കാത്തിരുന്ന് കാണേണ്ട ഒരു നാടകമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. അത് കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അതാണ് ഞാൻ വിനോബ ഭാവെ തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കൊണ്ട് തീരുന്നില്ല. വീണ്ടും തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് വരും, വീണ്ടും തെരഞ്ഞെടുപ്പ്, ദിവസവും തെരഞ്ഞെടുപ്പ്, എപ്പോഴും തെരഞ്ഞെടുപ്പ്. താങ്ക് യു.